ശില്പത്തിൻ്റെ ഒരു വലിയ ചിത്രണം പ്രശാന്ത് നിർവഹിച്ചത്. അത് അവിടെ ഉദ്ഘാടന സന്ദർഭത്തിൽ ഏറ്റവും മുന്നിൽ പ്രദർശിപ്പിച്ച ചിത്രം അതാണ്. ഞാൻ ആനുഷംഗികമായിട്ട് തയ്യാറെടുക്കാതെയാണ് പോയതെങ്കിലും അത് കണ്ടപ്പോൾ നാളെ ഞങ്ങളുടെ പഴയ മാനേജിംഗ് ഡയറക്ടറുടെ 4ാം ചരമവാർഷികമാണ് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് അത്യത്ഭുതകരമായി തോന്നിയ ഒരു നിമിഷത്തെ അവിടെ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചത് ദാവീദിൻ്റെ സ്റ്റാച്യു പ്രദർശിപ്പിച്ചിട്ടുള്ള ആ വലിയ ഗ്യാലറിയുടെ അന്തരാളത്തിൽ മറ്റൊരു ശില്പവുമില്ല എന്ന് അദ്ദേഹം ഈ യാത്രയെ പറ്റി ഓർമ്മിച്ച് ഞങ്ങളൊരു ചെറിയ ഗ്രൂപ്പിനോട്, മാതൃഭൂമിയിലെ ഗ്രൂപ്പിനോട് പറഞ്ഞു, എന്തിനാണ് ഇത്രയും വലിയ ഒരു സ്പേസിൽ ദാവീദിനെ മാത്രം, ഡേവിഡിന്റെ പ്രതിമ മാത്രം ഒരു മൂലയിൽ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ആ മ്യൂസിയത്തിന്റെ ക്യൂറേറ്റർ അദ്ദേഹത്തോട് വിശദീകരിച്ചു കൊടുത്തു. ദാവീദിന്റെ ഇടത് കൈയിൻ്റെ ചൂണ്ടുവിരൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ചൂണ്ടിയിരിക്കുന്നത് കാണാം. ആ സ്ഥലത്താണ് വലിയൊരു സ്പേസ് ആ ക്യൂറേറ്റർ, അദ്ദേഹത്തിൻ്റെ മുൻഗാമി അവിടെ ഒരുക്കിയിട്ടുള്ളത്.